ചൈനയിൽ പുതിയൊരു വ്യവസായം രൂപം കൊണ്ടിരിക്കുന്നു. ഏകാന്തത അനുഭവിക്കുന്നവരാണ് ഈ ബിസിനസ്സിലെ പ്രധാന കസ്റ്റമേഴ്സ്. അവർക്ക് സംസാരിച്ചിരിക്കാനും യാത്ര പോകാനുമൊക്കെ ഒരു സന്തത സഹചാരിയെ ഒരുക്കി കൊടുക്കുന്നതാണ് ഈ ബിസിനസ് മോഡൽ. കുടുംബാംഗങ്ങളിൽ നിന്ന് അകലെ ജോലി ചെയ്യുന്നവരൊക്കെയാണ് പ്രധാനമായും ഇതിന്റെ ഉപഭോക്താക്കൾ. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും ചൈനയിൽ ഇതൊരു വലിയ വ്യവസായമായി മാറിക്കഴിഞ്ഞു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. വാടകയ്ക്ക് ഒരു സുഹൃത്തിനെ ലഭിച്ചാൽ എങ്ങനെയുണ്ടാകും? ഒരു ട്രിപ്പ് പോകാൻ, ഭക്ഷണം കഴിക്കാൻ പോകാൻ, ജിമ്മിലൊരു ജിംബ്രോ ആകാൻ, അങ്ങനെ ഏകാന്തത അനുഭവിക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മളെ കേൾക്കാനും കമ്പനി തരാനുമൊക്കെ ഒരാൾ. അങ്ങനെ ഒരു ബിസിനസ് മോഡലാണ് ഇപ്പോൾ ചൈനയിൽ തരംഗമാകുന്നത്. കമ്പാനിയൻഷിപ്പ് എക്കോണമി എന്നാണ് ഇതറിയപ്പെടുന്നത്. ചൈനയിൽ വളർന്നു വരുന്ന കമ്പാനിയൻഷിപ്പ് എക്കോണമിയുടെ ചെറിയൊരു ഉദാഹരണമാണ് ചൈനയിലെ ഒരു പ്രധാന ട്രക്കിംഗ് സ്പോട്ടായ മൗണ്ട് തായിലേത്. ഒരു ട്രക്കിംഗ് സ്പോട്ടിലെത്തിയാൽ സാധാരണ കാണാനാവുക ബാഗേജ് ചുമക്കുന്നവരും ഗൈഡുകളും പോലെയുള്ള സേവനങ്ങളാകും. എന്നാൽ മൗണ്ട് തായിൽ ഒറ്റയ്ക്കെത്തുന്ന ഒരാൾക്ക് വേണമെങ്കിൽ കമ്പനിക്ക് ഒരാളെ വാടകയ്ക്ക് എടുക്കാനും സാധിക്കും. സഞ്ചരിച്ച് കമ്പനി തരാൻ ആളുണ്ടാകും. പണമടച്ച് ബുക്ക് ചെയ്താൽ മാത്രം മതി. ട്രക്കിങ്ങിന് മാത്രമല്ല, ഓടാൻ പോകാൻ, വിനോദസഞ്ചാരത്തിന്, എന്തിനേറെ ഭക്ഷണം കഴിക്കാൻ പോലും സുഹൃത്തിനെ വാടകയ്ക്ക് എടുക്കാം. വൈകാരികമായ പിന്തുണ, പ്രായോഗിക സഹായങ്ങൾ എന്നിവയാണ് ഇത്തരം സുഹൃത്തുക്കൾ വാഗ്ദാനം ചെയ്യുക. പലപ്പോഴും വിദ്യാർത്ഥികൾ അടക്കമുള്ളവരാണ് ഈ സമ്പദ് വ്യവസ്ഥയുടെ ഗുണഭോക്താക്കൾ. അതായത് സുഹൃത്തുക്കളായി പോകുന്നത് വിദ്യാർത്ഥികൾ ആണെന്നർത്ഥം. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങളിലൂടെയാണ് ഇവർ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത്. 2025 ഏകദേശം $7.4 ബില്യൺ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇതെന്നാണ് ചൈനീസ് മാധ്യമങ്ങളുടെ കണക്ക്. ചൈനയുടെ നഗര കേന്ദ്രീകൃത ജീവിതശൈലിയും സേവന സമ്പദ് വ്യവസ്ഥയിലുമുള്ള വിശാലമായ മാറ്റങ്ങളെയാണ് ഈ പ്രവണത പ്രതിഫലിപ്പിക്കുന്നത്. യുവാക്കൾ കുടുംബങ്ങളിൽ നിന്നൊക്കെ അകന്നു താമസിച്ച് ജോലി ചെയ്യുന്നതൊക്കെ അവരുടെ ഏകാന്തത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒപ്പം കൂടുതൽ സമയത്തെ ജോലിയുമൊക്കെ അവരുടെ സാമൂഹ്യ ബന്ധങ്ങളെ ബാധിക്കുന്നുമുണ്ട്. ഇതിനെ മറികടക്കാനാണ് മിക്കവരും സുഹൃത്തുക്കളെ വാടകയ്ക്കെടുക്കുന്നത്. അവർക്ക് ഏകാന്തത അനുഭവപ്പെടുമ്പോഴും ജോലി ഭാരത്തിൽ നിന്ന് മുക്തി വേണമെന്ന് തോന്നുമ്പോഴുമൊക്കെ ഇത്തരം സേവനങ്ങളെ ആശ്രയിക്കുന്നു. ചൈനയിൽ ഉയർന്നു വരുന്ന തൊഴിലില്ലായ്മയും ഇതിനൊരു പ്രേരക ശക്തിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥിരമായ ജോലികൾ ലഭിക്കാത്തതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരം തൊഴിലിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ജോലികളിൽ നിന്ന് വിരമിക്കുന്ന പലരും ഇത്തരം സംരംഭങ്ങൾ തന്നെയാണ് ആരംഭിക്കുന്നത്. പലരുടെയും കീഴിൽ 300-ലധികം പേരെങ്കിലും ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ. മൗണ്ട് തായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം പറയുന്നത് പർവ്വതാരോഹണത്തിന് കൂട്ടുപോകാൻ പകൽ സമയത്ത് $116 വരെയാണ് ഈടാക്കുന്നത് എന്നാണ്. അതായത് വലിയ തോതിൽ പണമുണ്ടാക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. അതാണ് വിദ്യാർത്ഥികളെ അടക്കം ഈ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാക്കുന്നതും. ഈ സേവനമെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തന്നോട് എതിർത്ത് സംസാരിക്കാത്ത, തൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് സംസാരിക്കുന്ന, സന്തോഷം മാത്രം പകരുന്ന ഒരു സന്തത സഹചാരിയാകും ലഭിക്കുക. ഇതവർക്ക് നല്ലൊരു ദിനം പകരുന്നു. നൈമിഷികമാണെങ്കിലും ജീവിതത്തിലെ ഏകാന്തതയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ആശ്വാസം നൽകാനും ഇത്തരം കൂട്ടാളികൾ സഹായിക്കുന്നുണ്ട്. പ്രായമായവർ മാത്രമല്ല, ജെൻസി തലമുറയിൽപ്പെട്ടവരും ഈ സേവനം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വൈകാരിക പിന്തുണ ലഭിക്കാൻ അവരും വലിയൊരു തോതിൽ പണം ചെലവാക്കുന്നുണ്ടത്രേ. നേരിട്ടുള്ളതിന് പുറമെ ഓൺലൈനിലേക്കും ഈ സേവനം ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട്.